ഇന്ന് നമുക്ക് നമ്മുടെ പറമ്പിലെ ഒരു വാഴ കൊല ഒടിഞ്ഞ് കിടക്കുന്നു. നമുക്കത് നോക്കിയിട്ട് വരാം. വിളഞ്ഞോ ഇല്ലയെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഭയങ്കര വെയിലാണ്. വിളഞ്ഞോ ഇല്ലയോ എന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. ഞാൻ ഇടയ്ക്ക് വന്നതെല്ലാം വെയിലടിക്കാതെ ചൂട്ടിയിട്ടാണ് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുമല്ലോ. വെയിൽ കൂടിയത് കൊണ്ടാന്ന് തോന്നുന്നു. നമുക്ക് ഈ ചപ്പൊന്ന് മാറ്റി നോക്കാം കേട്ടോ. വലുതായിട്ട് വളർന്നിട്ടില്ല. നമുക്കിതിൻ്റെ ഒരു പടല അടർത്തിയെടുക്കാം. ഒരു കായ എടുക്കാം. എല്ലാം എടുത്താൽ നമുക്ക് ചിലവാകത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഫുൾ എടുക്കുന്നത്. നമുക്ക് ബാക്കിയുള്ളത് ഇങ്ങനെ കൂട്ടിത്തന്നെ തീരുമ്പോൾ എടുക്കാം. നമ്മളിങ്ങനെ കൂട്ടി വെച്ചു. കണ്ടോ, നമ്മൾ 2 പടല അടർത്തിയെടുത്തുള്ളൂ ഒരു കൊലയുടെ. ബാക്കി എല്ലാം കൂടെ എടുത്താൽ നമുക്ക് ചിലവാകത്തില്ലല്ലോ. 2 പടല എടുത്തു. ഉണ്ടോ, ഇത് ഞാൻ ഇതിൻ്റെ വിത്ത് ഉണ്ടോ, ഒരു ദിവസം പത്തനംതിട്ട ഇങ്ങോട്ട് വന്നപ്പോൾ മൈലപ്രായിന്ന് ഞാൻ 5 വാഴ വിത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഉണ്ടായി ഇത് 2. ഇപ്പോൾ ചൂടൊക്കെ ഭയങ്കര ചൂട് കൂടുതലായതുകൊണ്ട് ഇത് ഒടിയാനുള്ള ചാൻസ് ഉണ്ട് വാഴ. അങ്ങനെ ഒടിഞ്ഞു കിടന്ന ഈ വാഴ. എന്തായാലും സാരമില്ല, നമുക്ക് എന്തായാലും ഒരു അത്യാവശ്യം വില കിട്ടിയ ഒരു 7-8 കിലോ, ഒരു 6-7 കിലോ കാണുമായിരിക്കും ഇവിടെ. സാരമില്ല, ബാക്കി നമുക്ക് ഇനിയൊരു അവസരത്തിൽ എടുക്കാം. എല്ലാം കൂടെ എടുത്താൽ നമുക്ക് ചിലവാകത്തില്ല, വെറുതെ അഴുകി പോത്തേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിനൊക്കെ എടുക്കാം. നാളെ ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ ഇച്ചിരി മെഴുക്കോട്ടിയോ എല്ലാം വെച്ചുകൊണ്ട് പോകാനും പറ്റുമല്ലോ. ഓക്കെ, ഇനി നമുക്കിത് വൃത്തിയാക്കാം. അപ്പം നമ്മൾ വാഴക്കായൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം കുറേ സമയമൊക്കെ നമ്മൾ കിട്ടുമല്ലോ, കുറച്ച് സമയമൊക്കെ. ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം തന്നെ 6:45 ഒക്കെ ആവും. അന്നേരം തന്നെ ഇരുട്ടും. എന്നാലും ഞാൻ വരുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴിച്ച് വെക്കുകയും ചെയ്യും, ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. വല്ലപ്പോഴും നമുക്കിതൊക്കെ എടുത്ത് നമുക്കിങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന ദിവസം, ഇന്ന് ഞായറാഴ്ചയല്ലേ, നമുക്ക് എടുത്ത് വീട്ടിൽ ഇരിക്കുമ്പം നമുക്ക് പുഴുങ്ങിയൊക്കെ രാവിലെ കഴിക്കാം. അല്ലെങ്കിൽ ഇവിടെ മോനുണ്ട്, അപ്പോൾ അതിന് ഇത് കുറുക്ക് വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഒരു വാഴയൊക്കെ നട്ട് അതിൻ്റെ കൊലയൊക്കെ ആയി നമുക്കതൊക്കെ വെട്ടുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം. എന്നും ജോലിക്ക് രാവിലെ എഴുന്നേറ്റ് പോകും, വൈകിട്ട് ഇവിടെ തിരിച്ച് രാവിലെ 7 മണിയാകുമ്പം പോകും, വൈകിട്ട് പിന്നെ ഓഫീസിൽ ചെന്ന് ജോലിയുടെ തിരക്കുകൾ കാര്യങ്ങൾ, പിന്നെ വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെ കൊലയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷമില്ല. അത് വെട്ടുമ്പോഴും അത് വെച്ച് നമ്മൾ വീട്ടിലെല്ലാവരുടെ കൂടി നമ്മളിങ്ങനെ ഓരോന്ന് ആഹാരം ഉണ്ടാക്കി കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. ഇന്നിവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാവരെയും കാണാമായിരുന്നു. എന്നാലും സന്തോഷം. നിങ്ങൾ ഇതുപോലെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ, എല്ലാവരും ജോലിക്കാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൃഷിയൊന്നും ചെയ്യാൻ ആർക്കും സമയവും കാര്യങ്ങളൊന്നും കാണത്തില്ല. എന്നാലും സാരമില്ല, നമ്മളൊക്കെ കുറേയൊക്കെ ടൈം കിട്ടുമ്പോഴൊക്കെ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തൊട്ട് പറമ്പിലുമൊക്കെ കൃഷി ചെയ്ത് നമ്മൾ വിളവെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്കൊരു മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാകും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.